വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഇപ്പം ഞാൻ അവസാനമായി കണ്ട 4 സിനിമകൾ, ഇടിമഴക്കാറ്റ്, അഗത്യ, പിന്നെ ആപ്പ് കൈസേഹോ, മച്ചാൻ്റെ മാലാക, ഈ സിനിമകളെക്കുറിച്ചുള്ള ചുരുക്കിയുള്ള റിവ്യൂവും അതേപോലെ ഈ സിനിമകൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ തോന്നിയ സ്ഥാനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ സിനിമകളെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂ വീഡിയോകൾ ചെയ്ത് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല, വളരെ ചുരുക്കിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ പറയാറുണ്ട്, പക്ഷേ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണാനില്ല. സിനിമകൾ കാണുന്നത് ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഉള്ള തിയേറ്ററുകളിൽ എല്ലാ സിനിമകളും ചിലപ്പോൾ റിലീസാകാറില്ല. അപ്പോൾ ഒരുപാട് ദൂരെയൊക്കെ പോയിട്ടാണ് ഞാൻ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ സിനിമകളുടെ റിവ്യൂകളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 4 സിനിമകളിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്ന സിനിമ മച്ചാൻ്റെ മാലാക. ഈ സിനിമയിൽ ബിജി മോള്, കുഞ്ഞുമോള് തുടങ്ങിയ 2 കഥാപാത്രങ്ങളുണ്ട്. അവരുടെ ഭർത്താക്കന്മാരായിട്ട് സജീവനും ഗോപി തുടങ്ങിയ കഥാപാത്രങ്ങളും ഉണ്ട്. അപ്പം നമിതയും ശാന്തി കൃഷ്ണയുമാണ് ബിജിമോളും കുഞ്ഞുമോളും. അതേപോലെ സൗബിൻ സായരും മനോജുമാണ് സജീവനും ഗോപിയും. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ സിനിമയ്ക്കൊരു കഥയുണ്ട്. പക്ഷേ ഇതിലെന്താണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ബിജിമോളും കുഞ്ഞുമോളും ഭയങ്കര അഹങ്കാരികൾ. അതേപോലെ ഞാനെന്ന ഭാവം, തൻ്റെ ഇടം, ഗർവ്, പിന്നെ തങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഭയങ്കരമായ സ്ത്രീഭരണം, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വീക്ക് പോയിൻ്റായി മാറിയത്. എനിക്ക് ഇഷ്ടമില്ലാതെ ഈ സിനിമ എനിക്ക് ഇഷ്ടമേ ആയില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അതിൻ്റെ കാരണം ഇതാണ്, ഈ 2 കഥാപാത്രങ്ങളും തങ്ങളുടെ ഭർത്താക്കന്മാരെ ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതും ഭയങ്കര അഹങ്കാരവും ഗർവോടും കൂടെ. പക്ഷേ ഈ 2 ഭർത്താക്കന്മാരാകട്ടെ, സജീവനും ഗോപിയും, അവരതിനൊന്നും പ്രതികരിക്കാതെ വെറും പെൺകോന്തന്മാരായിട്ട്, മണുങ്ങന്മാരായിട്ട്, സാധുവായിട്ടാണ് സിനിമയിൽ അവസാനം വരെയും ഉള്ളത്. ഇടയ്ക്കൊക്കെ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിലും അവർ ശരിക്കും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആ കഥയ്ക്ക് ഒരു മഹത്വം ഇല്ലാതെ പോയി, ഒരു വിലയില്ലാതെ പോയി. ഈ സിനിമ ശരിക്കും സ്ത്രീകൾ കണ്ട സ്ത്രീകൾക്ക് തന്നെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഉറപ്പില്ല. സ്ത്രീകൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയണോ, എനിക്ക് ഈ സിനിമ തീരെ ഇഷ്ടമായില്ല, അതുപോലത്തെ ഒരു സിനിമ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 4ാം സ്ഥാനം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സിനിമ ആപ്പ് കൈസേഹോ. ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതി, അതേപോലെ വിനയ് ജോസ് സംവിധാനം ചെയ്ത സിനിമയാണ് ആപ്പ് കൈസേഹോ. അപ്പോൾ ഈ സിനിമയിലത്തെ കഥയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞതിലൊരു കഥയുണ്ടായിരുന്നു മച്ചാൻ്റെ മാലാകയിൽ. അത് ആ സിനിമയുടെ അവസ്ഥ കാരണം സുഖമില്ലാതായതാണ്. പക്ഷേ ഇതിലത്തെ കഥ ഒരു സുഖമില്ലാത്ത കഥയാണ്. ഇതൊരു രാത്രിയിൽ സംഭവിച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കും അവസാനിക്കുന്ന പോലത്തെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളൊക്കെ കൊടുത്തിട്ട് ആണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്, ധ്യാൻ ശ്രീനിവാസനും കൂട്ടരും. പക്ഷേ സിനിമയുടെ കഥ അത്ര പോരാ. പിന്നെ ഈ സിനിമയിൽ പോലീസുകാരുടെ പിടിച്ചു പറിക്കുന്ന സ്വഭാവം, പണം പിടുങ്ങുന്ന സ്വഭാവം ഈ സിനിമയിൽ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അത് രമേഷ് പിഷാരടിയും അതേപോലെ അജു വർഗീസുമാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുറേ കോമഡിയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ ഈ സിനിമയുടെ കഥ ഒരു സുഖമില്ലാതെ, ഒരു ത്രില്ലിങ്ങും ഇല്ലാതെ, എന്തൊക്കെ ഫുള്ള് മദ്യപാനവും കാര്യങ്ങളും അങ്ങനെയൊക്കെ പോയിട്ട് അവസാനം എന്താ പറയുക, എനിക്ക് ഈ സിനിമയും ശരിക്കും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതായത് ആവറേജ് അല്ല, അതിൻ്റെയും താഴെ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ 3ാം സ്ഥാനം. ഇനി അടുത്തതായിട്ട് തമിഴിൽ റിലീസ് ചെയ്ത അഗത്യ മൂവി. ഇതിൽ ജീവയാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതേപോലെ അർജുൻ സർജ, ആക്ഷൻ കിങ്, വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ഇതിൽ ചെയ്തിട്ടുണ്ട്. കക്ഷി ഇതിൽ വളരെ ശാന്തമായിട്ട് ക്യൂട്ടായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങേർക്ക് ആക്ഷൻ രംഗങ്ങളും ഇതിലുണ്ട്. വലിയ ആക്ഷനൊന്നും
രംഗങ്ങളൊന്നുമില്ല എങ്കിലും ഒരു മീഡിയം ലെവലിലുള്ള ആക്ഷൻ രംഗങ്ങളുണ്ട്. അതേപോലെ സിനിമയിൽ VFXിലൂടെ തന്നെ സിനിമയുടെ അവസാനം നല്ല ആക്ഷൻ രംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു കഥയുണ്ട്. ആ കഥയ്ക്ക് കുറച്ച് പ്രേതങ്ങളെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രേതപ്പടം പോലെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ തിയേറ്ററിൽ കയറിയതിന് ശേഷമാണ് ഇതൊരു ഹൊറർ മൂവി പോലെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ പ്രേത സിനിമയല്ല, അതേസമയം പ്രേതങ്ങളെ ഈ കഥയ്ക്ക് ആവശ്യം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ പ്രേതങ്ങളെ നമുക്ക് കാണുമ്പോൾ ഒരു പേടിയൊന്നും തോന്നുന്നില്ല. അവ ശത്രുക്കളെയൊക്കെ കൊല്ലുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നല്ലൊരു കഥ വെച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരും അതേപോലെ ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഒരു പ്രശ്നം പോലെ. അപ്പോൾ ഇതിൽ VFX അതേപോലെ ആർട്ട് വർക്ക് പിന്നെ അതേപോലെ കുറേ ചെലവ് ചെയ്ത് എടുത്തതായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ കാണാനുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ മാത്രമല്ല ഇതിലെ വില്ലൻ കഥാപാത്രം ഒരു ഇംഗ്ലീഷുകാരനായ വില്ലനായിട്ട് എഡ്വേർഡ് സോണൻബ്ലിക്കാണ് അഭിനയിച്ചിരിക്കുന്നത്. കക്ഷി വില്ലൻ റോളിൽ മിന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവ, അർജുൻ സർജ പിന്നെ ഈ എഡ്വേർഡ് സോണൻബ്ലിക്ക് ഇവരുടെ 3 പേരുടെയും കഥാപാത്രങ്ങൾ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്ത ഒരു മൂവി തന്നെയാണ്. ഒരു പ്രേതപടം പോലെ ആണെങ്കിലും കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് ദേശസ്നേഹമൊക്കെ ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2ാം സ്ഥാനം. ഇനി 1ാം സ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിൽക്കുന്ന മൂവി ഇടിമഴക്കാറ്റാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു 4 കഥാപാത്രങ്ങളുണ്ട്. പെരുമാൾ, അജിത്ത്, ഡേവിഡ് അതേപോലെ ബുഹായ്. അപ്പോൾ ഇതിൽ പെരുമാൾ എന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരും പറയാത്തൊരു കഥയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു കഥ തന്നെയാണ്. ആ ഒരു പ്രത്യേകത നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവസാനം വരെ ആ പ്രത്യേകതയുണ്ട്. അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു തിരക്കഥ ഈ സിനിമയ്ക്ക് ഉണ്ട്. അത് നല്ല മണ്ട ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് തന്നെ എഴുതി ഉണ്ടാക്കിയ കഥ തന്നെയാണെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അമലാണ് ഇതിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് അമ്പിളി S രംഗനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മികച്ച ഡയറക്ഷൻ തന്നെയാണ്. അങ്ങേര് സ്ക്രീൻ പ്ലേയുടെയും ഭാഗമായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു ബംഗാളി പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ബംഗാളി പെൺകുട്ടി ആയിട്ട് പൂജാദേവ് എന്നൊരു ആളാണ് ഒരു ലേഡിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലേഡിയുടെ ഈ സിനിമയിലെ ക്യാരക്ടർ നെയിം സുഗതയാണ്. അപ്പോൾ ആ വേഷമാണ് ഈ സിനിമയിലെ മികച്ച അഭിനയമായിട്ട് എനിക്ക് തോന്നിയത്. നന്നായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനാഥിൻ്റെ അമ്മയായി അഭിനയിച്ച ഒരു ലേഡിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പോലീസ് ഓഫീസറായി വരുന്ന സെന്തിൽ കൃഷ്ണയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ വിശദമായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. കഥയും കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്താ എനിക്കൊരു പ്രശ്നമായി തോന്നിയെന്ന് വെച്ചാൽ ആക്ഷൻ രംഗങ്ങൾ, മതിയായ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഇല്ല. ശരിക്ക് ആക്ഷൻ രംഗങ്ങൾ കൊടുക്കാൻ പറ്റിയ മൂവി തന്നെയാണിത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 4 കഥാപാത്രങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ഇടവേളയ്ക്ക് ശേഷം പറയുന്നുണ്ട്. അതിൽ കുറച്ചൊരു ലാഗ് ഉള്ള പോലെ തോന്നി. അങ്ങനെ 2 പ്രശ്നങ്ങളാണ് തോന്നിയതെങ്കിലും ഇതിൻ്റെ തിരക്കഥയൊക്കെ വളരെ സ്ട്രോങ് ആണ്, നന്നായിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ക്ലൈമാക്സ് ഇതിൽ കൊടുക്കാനുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ അവസാനമാകുമ്പോഴേക്കും വന്നിട്ടുണ്ട്. അതായത് തുടക്കം എങ്ങനെയോ അതിൻ്റെ ഒടുക്കം പൂർത്തീകരണവും ഗംഭീരമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനം. അപ്പോൾ ഈ 4 സിനിമകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും സ്ഥാനങ്ങളും ഇതാണ്. ഈ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.